എല്ലാവർക്കും ആയുർ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് മഴക്കാലമായല്ലോ, ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നത് കർക്കിടക മാസം. കർക്കിടക മാസമായിട്ട് എന്താണ് ആയുർ ഫ്ലേവേഴ്സിൽ പുതുതായിട്ടുള്ള പ്രൊഡക്റ്റ്? കർക്കിടക മാസം അതും തന്നെ തുടങ്ങാം. കർക്കിടക മാസം എല്ലാവർക്കും അറിയാം, ഈ ഹൈന്ദവ ആചാരങ്ങളുള്ള വീട്ടിലറിയാം, രാമായണ മാസമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പൊതുവെ നമ്മുടെ കേരളീയർ പറയുന്നതാണ് പഞ്ഞമാസം. അപ്പൊ ഈ ഒരു മാസത്തിൽ വരുന്നതാണ് മഴക്കാലം. അപ്പൊ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ മഴക്കാല രോഗങ്ങളുടെ ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ അറിയാൻ പറ്റുമല്ലോ, ന്യൂസിലൊക്കെ വരുന്നുണ്ട്, ഒരുപാട് പകർച്ച രോഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മഴക്കാല രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണെങ്കിൽ, ഈ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളായിട്ടുള്ള വാത, പിത്ത, കഫ, ഇത് മൂന്നും നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ വാതകാലമായ വർഷകാലത്ത് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത്. അതായത് ദഹന സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനത്തെ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന മാസമാണ് കർക്കിടക മാസം. അപ്പോൾ അതിനുള്ള ചികിത്സ നടത്തുന്നതാണ് കർക്കിടക ചികിത്സ, ഏറ്റവും ഫേമസ് ആണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ചികിത്സ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി മാത്രമല്ല, ശരീരത്തിലെ പോഷണമാവട്ടെ, അല്ലെങ്കിൽ ശരീരത്തിലെ ഉന്മേഷങ്ങളാവട്ടെ, അതും അല്ലെങ്കിൽ പേശിവേദന, സന്ധിവേദന, അങ്ങനെയുള്ള എല്ലാ രോഗാവസ്ഥയ്ക്കും ഉള്ള ചികിത്സ ചെയ്യുന്നതാണ് കർക്കിടക മാസം. ഈ ഒരു മാസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അടുത്തുള്ള വരാനുള്ള ഒരു വർഷത്തേക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടി ചോദിച്ചല്ലോ, ആയുർ ഫ്ലേവേഴ്സിൽ ഈ കർക്കിടക മാസത്തിൽ എന്താണ് നമ്മൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ എത്തുന്നതാണ് കർക്കിടക കഞ്ഞി, അല്ലെ? പണ്ടൊക്കെ ഈ മുത്തശ്ശിമാര് പറമ്പിൽ പോയി നമ്മുടെ ആയുർവേദ ഔഷധങ്ങളൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞവര അരി, ഉലുവ ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയായിരുന്നു കർക്കിടക കഞ്ഞി, അല്ലെ? പക്ഷെ ഇപ്പോഴുള്ള ആളുകൾക്ക് എത്ര ആൾക്ക് ഔഷധങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിലുള്ള ആളുകൾ. എല്ലാരും അല്ല, ഭൂരിഭാഗം ഉള്ള ആളുകളിൽ കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നമ്മള് ഒരു പുതുമ കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അരിയല്ല, മില്ലറ്റ്സ് ആണ്. അതെ, നമുക്കിതില് 6 മില്ലറ്റ്സ് ആണുള്ളത്. അതായത് തിന, ചാമ, ബജ്റ, റാഗി, ജോവർ, പിന്നെ കൂവരക്, ഇങ്ങനെ 6 മില്ലറ്റ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയ മാത്രമല്ല, ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും, പിന്നെ നമുക്ക് കൈകാലിൽ വരുന്ന മഴക്കാലത്ത് വരുന്ന തരിപ്പ്, അങ്ങനത്തുള്ള രോഗാവസ്ഥകളൊക്കെ ചെറുക്കാനും, പിന്നെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ അരി കഴിക്കാൻ പാടില്ല എന്നാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ പ്രയോജനകരമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മില്ലറ്റ്സ് ആഡ് ചെയ്തത്. ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ്. അതെ, അപ്പൊ അതും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് മില്ലറ്റ്സ് കൊണ്ടുള്ള ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കിറ്റ്, മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ മരുന്ന് വേറെ, കഞ്ഞിക്ക് ഉണ്ടാക്കുന്ന അരി വേറെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതെ, പുറത്ത് കടകളിലും അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. പക്ഷെ അറിയില്ല അതിന്റെ അളവ് എങ്ങനെയാണ്. അതെ അതെ, ഇതാണ് എനിക്കും സംഭവിച്ചത്. ഞാൻ ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മരുന്നിന്റെ അളവ് കൂടിപ്പോയി, എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ആയുർ ഫ്ലേവേഴ്സ് അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കർക്കിടക കഞ്ഞിക. അപ്പൊ നമ്മുടെ കർക്കിടക കഞ്ഞിയാണിത്. ഇതില് നമുക്ക് യഥാവിധിയുള്ള എല്ലാ ഔഷധങ്ങളും മാത്രമല്ല മില്ലറ്റ്സും ചുക്കും ജീരകവും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരൊറ്റ പാക്കറ്റിലാണ് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ പഴമ നഷ്ടപ്പെടാതെ ഉള്ള ആരോഗ്യപരമായിട്ടുള്ള ആഹാരം എല്ലാവർക്കും എത്തിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ എയിം. മനസ്സിലായോ? നമുക്ക് കർക്കിടക മാസത്തില് 7 ദിവസത്തേക്കാണ് കർക്കിടക കഞ്ഞി കഴിക്കേണ്ടത്. അപ്പൊ കറക്റ്റ് 7 ദിവസത്തിന്റെ പാക്കറ്റ് ആയിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ മില്ലറ്റ്സ് എല്ലാവർക്കും അറിയാം, നമ്മൾ 8 മണിക്കൂർ കുതിർത്തിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ അതൊന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പൊ നമ്മളെല്ലാരും വർക്കിംഗ് വുമൻസ് ഒക്കെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം നമ്മളിപ്പോ 7 ദിവസം കഴിക്കണമല്ലോ. ഒരു ദിവസം തലേ ദിവസം നമ്മൾ കുതിർത്താൻ മാറുന്നു, അപ്പൊ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാനുണ്ടാവില്ല. അതെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്ത് റോസ്റ്റ് ചെയ്ത് ക്രഷ്ഡ് ഫോം, അപ്പൊ ഈസി ടു സോലോന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ ഗോതമ്പ് നുറുക്കൊക്കെ ഉണ്ടാവും, ആ ഒരു ഫോമില് പ്ലസ് നമുക്ക് വേണ്ട പച്ചമരുന്നുകളെല്ലാം ആഡ് ചെയ്തിട്ടുള്ള മില്ലറ്റ് കഞ്ഞിയായിട്ടാണ് വരുന്നത്. നമുക്ക് ഒരു 15 മിനിറ്റ് മാത്രം മതി.
കാരണം നമ്മളിപ്പോ എല്ലാരും ഓട്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ വീട്ടില്, അപ്പൊ അതുപോലെയാണ് കുക്കിംഗ് മെത്തേഡ് വരുന്നത്. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ജനറേഷനിലുള്ളവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ജനറേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ കേരള തനതായിട്ടുള്ള ആരോഗ്യത്തിന്റെ ശൈലികൾ എന്താണ്, ഭക്ഷണങ്ങൾ എന്താണ്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അത് കേരളത്തിൽ മാത്രമല്ല പുറമേ ഉള്ളവർക്കും പകർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാക്കറ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്തു. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ളവരെല്ലാം നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി തന്നെ ഇത് കയ്യിലെത്തണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഒരു മിഥുനം 15 തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവരും ഈ മാസം തുടങ്ങും, മിഥുനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ തുടങ്ങി കർക്കിടകക്കഞ്ഞി ഇറക്കുന്നില്ലേ എന്നുള്ളത് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കൂട്ടി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് 1-ാം തീയതി തന്നെ കൈ കിട്ടണം എന്നാണെങ്കിൽ എല്ലാവരും വേട്ടന്ന് തന്നെ ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നോക്കുക. കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.